എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2024 ഇറങ്ങിയ എക്സ്ട്രാ ഡീസെന്റ് എന്ന സിനിമയാണ്. ഇത് പ്രധാന വേഷത്തിലെത്തുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ്. ഗ്രേസ് ആന്റണി, ശ്യാം മോഹൻ, സുധീർ കരമന ഒക്കെ വിനയ് പ്രസാദ് ഒക്കെ കൂടുണ്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആമിർ പള്ളിക്കലാണ്. എഴുതിയിരിക്കുന്നത് ആഷിഫ് കക്കോടിയാണ്. സിനിമ വെറൈറ്റി സിനിമയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ വളരെ റെയറായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഫ്രം ദ ഗെറ്റ് ഗോ ഞാൻ പറയുകയാണ്, വെറൈറ്റി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കണ്ടിരിക്കുന്ന സിനിമയാണ്. സിനിമയുടെ ഗുണനിലവാരം കാണുന്നതിനേക്കാട്ടിലുപരി ഇത്രയും തോട്ട് പ്രോസസ് ഇട്ട് ഇത്രയും ചിന്തിച്ചിറക്കിയ ഒരു സിനിമ എന്നൊരു അപ്രീഷിയേഷൻ ഈ സിനിമയ്ക്ക് കൊടുക്കുക തന്നെ വേണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിനിമ ആസ് എ ഹോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കണ്ടതിൽ റിഗ്രറ്റ് ഇല്ല, കാരണം വേർത്തായിരുന്നു. കുറേ ചിന്തിപ്പിക്കുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു ബേസിക് പ്രമിസ് വരുന്നത് ഒരു ടോക്സിക് പേരൻറ്റിങ്, ചൈൽഡ്ഹുഡ് ട്രോമ, അതിൽ നിന്നൊരു കുട്ടിയുടെ ജീവിതം എങ്ങനെ ഉണ്ടാകുന്നു, അവൻ വളർന്നു വരുമ്പോൾ എങ്ങനെ ആകുന്നു എന്നതിനെ പറ്റിയാണ് സിനിമ പ്രധാനമായിട്ട് പരാമർശിക്കുന്നത്. അതൊരു നോച്ച് മുകളിൽ കൊണ്ടുപോയി കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കൊള്ളാം. ആ ഐഡിയ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്ന് അതൊരു സിനിമയാക്കാനെടുത്ത എഫേർട്ടിനെ നമ്മൾ ശരിക്കും നമിക്കുന്നു. കാരണം ഇത് ചെറിയ ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ആമിർ പള്ളിക്കലിനും ആഷിഫ് കക്കോടിക്കും പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ സെലസ്റ്റ്യൻ സ്റ്റീഫനും സുരാജ് വെഞ്ഞാറമ്മൂടിനും പൂർണ്ണമായിട്ടും അവരെ അതിനെ എൻകറേജ്മെൻറ്റ്, അപ്രീഷിയേഷൻ ഒക്കെ അർഹിക്കുന്ന ആൾക്കാരാണ്. സിനിമയിലോട്ട് വരുമ്പം സുരാജിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. സുരാജിൻ്റെ എന്നല്ല, പൊതുവിൽ ഇതിനകത്ത് എല്ലാവരുടെ ആക്ടിങ്ങും വളരെ നല്ലതാണ്. സുധീർ കരമന ഇതിനകത്ത് ശരിക്കും അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാനുള്ള ഒരു റോളാണ് അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ആക്ടിങ് അല്ല ഇതിനകത്തെ പ്രശ്നം പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു ചെറിയ പ്രമിസ് എടുത്തിട്ട് വലിച്ച് നീട്ടി 2-2.5 മണിക്കൂറാക്കി എടുത്തതായിട്ട് എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്തു. സുരാജിൻ്റെ ഇത് സിനിമ തുടങ്ങുന്നതും സുരാജിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതും ഒക്കെ നല്ലതാണ്. സുരാജിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നത് നല്ലതാണ്. ആ ക്യാരക്ടർ ഒരു പോയിന്റിൽ ഫ്ലിപ്പ് ആവുന്നു. അത്രയും നേരം പാവമായിരുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് ഫ്ലിപ്പ് ആവുന്നതാണ് സിനിമയെ വഴിതിരിച്ച് വിടുന്നത്. അതൊക്കെ കൊള്ളാമായിരുന്നു. പ്രശ്നം വരുന്നത് ഈ ഫ്ലിപ്പായി കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്തുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അതിനെ എനേബിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം വളരെ പൊള്ളയായിട്ട് എനിക്ക് തോന്നി. എനിക്കതൊരു വാലിഡ് റീസണായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്കും ആ കാരണം സത്യം പറഞ്ഞ് ഇറലവൻ്റ് ആക്കി കളയുകയും ചെയ്യുന്നുണ്ട് സിനിമ. അപ്പോൾ അത്രയും നേരം ആ സ്റ്റോറി ഡ്രൈവ് ചെയ്യുന്ന ഇതൊരു തന്തു എന്ന് പറയുന്ന ആ ഒരു കാരണം പിന്നെ ഒട്ടും ആവശ്യമില്ലാത്ത രീതിയിലാവുന്നുണ്ട്. അതെനിക്ക് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അതാ പ്രധാനമായിട്ട് പറയുന്നത്. കുറച്ച് വേഗമാണെന്നറിയാം. എനിക്ക് സ്പോയിലർ പറയാതെ ഞാൻ പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അല്പം വേഗമായി പോകുന്നത്. ബേസിക്കലി സ്ക്രിപ്റ്റിൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. നല്ലപോലെ പ്രോബ്ലം ഉണ്ട് സ്ക്രിപ്റ്റിന്. ഐഡിയ അടിപൊളിയാണ്, സ്ക്രിപ്റ്റ് പ്രശ്നമാണ്. ഡയലോഗ്സിലും ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. സ്പോയിലർ ഒന്നും പറയാതെ പറയുകയാണെങ്കിൽ ഇത്ര എനിക്ക് പറയാൻ പറ്റും. ഡാർക്ക് കോമഡിയാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ്. ഫാമിലി ആയിട്ടിരുന്ന് കാണേണ്ട സിനിമയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫണ്ണി ആയിട്ട് എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ഡാർക്ക് കാര്യങ്ങൾ അത്ര ഡാർക്കായിട്ട് തോന്നാത്തതാണ്. പല വീട്ടുകളിലെയും പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ കുട്ടികൾക്ക് ഒന്നും ഉള്ള സിനിമയല്ല. കുറച്ച് പ്രായമായവർ തന്നെ ഇരുന്ന് കാണണം. നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് ഓവറോൾ നിങ്ങൾ തന്നെ കണ്ടൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിനേക്കാളും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ബീയിങ് സെഡ്, ഞാൻ ഇവിടുന്ന് സ്പോയിലർ റിവ്യൂ തുടങ്ങുകയാണ്. അപ്പോൾ സ്പോയിലർ വാർണിംഗ്. ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ജ്യേഷ്ഠൻ, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോവുകയും അതിൻ്റെ ട്രോമ കുട്ടിക്കാലം മൊത്തം വരികയും അദ്ദേഹത്തിന് എന്തൊക്കെ ലേണിംഗ് ഡിസബിലിറ്റീസും ഉണ്ട് എന്നാണ് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കുറച്ച് OCDയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പയ്യൻ. ആ പയ്യൻ്റെ അച്ഛനാണെങ്കിൽ വളരെ ടോക്സിക്. അവനെ ഒന്നിനും കൊള്ളത്തില്ല, ഗുണമില്ലാത്തൊരുത്തനെന്ന് പറഞ്ഞ് വളർത്തി അവനങ്ങ് ഒരു കഴിവുകെട്ട ആളായിട്ട് മാറുന്നത് പോലെ ആകും അവസാനം. അവിടുന്ന് അവൻ പക്ഷേ അച്ഛനെ ഭയമാണ്, അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടൊക്കെ ജീവിക്കുന്നു. പക്ഷേ അവൻ്റെ അനിയത്തിക്കാണെങ്കിൽ അവനെ ഇഷ്ടമാണ്. അനിയത്തി കഴിവുള്ള ഒരു സ്ത്രീയാണ്. നല്ലോണം സ്വന്തം കാലിൽ നിന്ന് പൈസ ഉണ്ടാക്കി ജീവിക്കുകയാണ്. അപ്പം അച്ഛനും അമ്മയ്ക്ക് അനിയത്തിയാണ് ഇഷ്ടം. ഇവനെ ഒരു വിലയില്ല, ഇവനെ ജോലിയിലോ ഒന്നുമില്ല, 37 വട്ടം എങ്ങാണ്ട് PSC എഴുതിയ ആളാണെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കളിയാക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവൻ അറിയുന്നു ഇവൻ്റെ അച്ഛനും അമ്മയും
ഒരു കാര്യം ചെയ്തു. അത് ഞാനിവിടെ അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല, കാരണം സിനിമ സ്പോയിലർ ആണെങ്കിൽ പോലും ആ സിനിമയിൽ കണ്ടവർക്ക് അതറിയാം. ഒരു പർട്ടിക്കുലർ കാര്യം പറയുമ്പോൾ ഇവൻ ഫ്ലിപ്പാവും. അത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ജ്യേഷ്ഠൻ മരിച്ച് മരണക്കിടക്കയിൽ ഇങ്ങനെ മരിക്കാൻ ICU കിടക്കുന്ന സമയത്താണ് ഇവൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവൻ്റെ അനിയത്തിയെ, എന്ന് വെച്ചാൽ ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറിൻ്റെ അനിയത്തിയെ കൺസീവ് ചെയ്യുന്നത്. ആ കൺസീവ് ചെയ്തത് അവനങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ ചേട്ടൻ മരിക്കാൻ കിടന്നപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ക്രക്സ് പോയിൻ്റായിട്ട് വരുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ മൂലതന്തു എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവൻ്റെ അച്ഛനെയും അമ്മയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവരോട് ആരോടും സംസാരിക്കാതിരുത്തിക്കുകയും എല്ലാം സംഭവിക്കുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ്. അത് അങ്ങനെ പറഞ്ഞ് പകുതിയാവുമ്പോഴത്തേക്കും സുരാജിന് വാച്ച്മാൻ്റെ അടുത്തുനിന്ന് അടി കിട്ടുകയും പുള്ളി ബോധം പോവുകയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പോയിന്റ് പിന്നെ ബ്രിങ് അപ്പ് ചെയ്യുന്നതേ ഇല്ല. കാരണം ആ അച്ഛനും അമ്മയും ആ പോയിന്റ് അവരുടെ മകളോട് പറഞ്ഞു. മകൾ ഇതറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നതായിരുന്നു സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ആർഗ്യുമെൻറ്റും ലെവറേജും. അത് വെള്ളത്തിൽ ഒഴുകി കളയുകയാണ്. അവിടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും പാളി. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സ്ക്രിപ്റ്റ് ഇങ്ങനെ വലിച്ചു നീട്ടി ആദ്യം ഇവനെ കൊല്ലണം, സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കണം, മരുന്ന് കൊടുത്ത് കൊല്ലണോ, അല്ലെങ്കിൽ ഇവനെ ഓർമ്മ നഷ്ടപ്പെടുത്തണം, ഇവനെ വേറെ ഇടത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലണം. ബ്ലാക്ക് കോമഡി ആയതുകൊണ്ട് അവർ പല രീതി നോക്കിയതാണ്, പക്ഷെ ഒന്നും ഒരു കൊഹെസിവ്നെസ് ഇല്ലാതാണ് നോക്കിയത്. എനിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. വലിച്ചു നീട്ടുക, പ്രത്യേകിച്ച് ഡയലോഗ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ വിനയ് പ്രസാദിൻ്റെ ഒരു സുഹൃത്ത് എന്നും പറഞ്ഞൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ക്യാരക്ടർ വളരെ മോശമായിരുന്നു, ബോറായിരുന്നു, ഒരു റെലവൻസും ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് മാറി. പിന്നെ പുള്ളി പലപ്പോഴും ഇതിനകത്ത് ഡോക്ടറായിട്ട് വരുന്ന എനിക്കത് റാഫിയാണോ ഒരു ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് ഇതിനകത്തൊരു ഡോക്ടറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ റോളും എഗെയിൻ ഒരു അൺനെസസറി റോൾ, ജസ്റ്റ് ഇവർക്ക് കഥ പറയാനൊരു കഥാപാത്രം വേണമെന്ന രീതിയിലുള്ള റോളാണ്. അത് ഞാൻ പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റാണ് പ്രശ്നം, ഐഡിയ അല്ല, ആക്ടിങ് അല്ല. മേക്കിംഗ് ഒക്കെ സിനിമയുടെ പേര് പോലെ ഡീസൻറ്റ് എന്നേ പറയാൻ പറ്റൂ, അല്ലാതെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമല്ല. പക്ഷേ ദിസ് കുഡ് ഹാവ് ബീൻ എ റിയലി ഗുഡ് മൂവി ഇഫ് നല്ലൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നെങ്കിൽ. അതില്ല, അങ്ങനെ തന്നെ പറയണം. സിനിമ ഞാൻ അധികം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഡാർക്ക് കോമഡിയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ വെറൈറ്റി സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കാം, എന്നാലും സിനിമ കണ്ട് അത് വേർത്തായിരിക്കും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കണ്ടു നോക്കുക. അല്ലാത്തവർ കാണണമെന്നില്ല. ഓവറോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ റിവ്യൂ മൊത്തം കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.